റേഞ്ചിനെ പറ്റിയിട്ട് ഒരു ട്രേഡ് എങ്ങനെ എടുക്കാം, ആ ട്രേഡിൽ സപ്ലൈ സോണും ഡിമാൻഡ് സോണും കുറിച്ചാണ് സംസാരിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു ഡിമാൻഡ് സോൺ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡിമാൻഡ് സോൺ പോയിട്ട് ഇതുവരെ പോയി. അപ്പോൾ നമുക്ക് ആ ഡിമാൻഡ് സോൺ ഒന്ന് മാർക്ക് ചെയ്യാം. ഡിമാൻഡ് സോൺ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിമാൻഡ് സോൺ ഇവിടുന്ന് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രത്തോളം പോയി ഇവിടുന്ന് റെസിസ്റ്റൻസ് പിടിച്ച്, അപ്പോൾ റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് റെസിസ്റ്റൻസ് പിടിച്ച് ഇത്രത്തോളം ഒന്നിൻ്റെ ക്യാൻഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ബുക്ക് ചെയ്യാം. ഇവിടുന്ന് വീണ്ടും നമുക്ക് റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ പ്രോഫിറ്റ് എടുത്തിരിക്കണം. റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡൗൺ ട്രെൻഡിലുള്ളൊരു ചാൻസ് ഉണ്ട്. രണ്ട് ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലാവും. അല്ലാണ്ട് ക്യാൻഡിൽ മൂന്നാമതൊരു ഡോജ് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഡൗൺ ഫുള്ളായിട്ട് ഡൗൺ കയറാൻ പറ്റും. ഏകദേശം ഇതുവരെ എടുക്കുക. അതിൻ്റെ അടിക്ക് എടുക്കുന്നത് മേ ബി നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അനുസരിച്ചിരിക്കും. ഇതുവരെ എന്തായാലും ടാർഗറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ടാർഗറ്റ് എടുക്കാം. പിന്നെ ഇതിൻ്റെ അടിക്ക് ഇവിടുന്ന് ഈ ക്യാൻഡിലിട്ട് പോകുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇതിങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാർ ഇവിടുന്ന് കണ്ട് ഡൗൺ ബ്രേക്ക് ചെയ്ത് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് ഡൗൺ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കാന്നല്ല, അങ്ങനെ ഡൗൺ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചാടി കയറാണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക, എന്ത് സംഭവിക്കും നോക്കുക. ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോൺ ആണ് ഓൾറെഡി. അപ്പോൾ നോക്കിയാൽ വെയിറ്റ് ചെയ്യുക. 2 ഡോജ് 3 ഡോജ് മൂന്നാമതൊരു ഗ്രീൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫേക്ക് ആണെന്നുള്ള മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡ് നമുക്ക് ഇപ്പോൾ തന്നെ ട്രേഡ് എങ്ങനെ ആക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് 2 ക്യാൻഡിൽ, മൂന്നാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞ് 4ാമത്തെ ക്യാൻഡിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് ഡിമാൻഡ് വരുന്നുണ്ട്, ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാവും. കാരണം ഈ ലൈനിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു മേ ബി ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു ലോങ് എൻട്രി പോകാമെന്നാണ്. നോക്കിയൊക്കെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടുന്ന് പോയി ചെറിയൊരു സ്വിംഗ് എടുത്ത് അടിക്ക് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി നമുക്ക് ഇതുവരെയുള്ള വീണ്ടും ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. റേഞ്ചിലൊക്കെ ആകുമ്പോൾ ഡിമാൻഡ് മുതൽ സപ്പോർട്ട് മുതൽ റെസിസ്റ്റൻസ് വരെ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക, ചെറിയൊരു പ്രോഫിറ്റിൽ കയറാൻ നോക്കുക. റേഞ്ചൊക്കെ ട്രെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് നോക്കി റിട്ടേൺ അവിടുന്ന് വരുമ്പോൾ തന്നെ ആ ഡിമാൻഡ് സോൺ എത്തുമ്പോൾ തന്നെ അവിടുന്ന് സപ്ലൈ വരുന്നുണ്ട്. അപ്പം മേ ബി ഇവിടുന്ന് ചാടിയത് വന്നല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ചാടി കയറാണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക, എന്ത് സംഭവിക്കുന്നത് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയ പോലെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ 2ാമത്തെ ക്യാൻഡിൽ വന്ന് ഒരു ഡോജിയാണ് വന്നത്. അപ്പം നമുക്ക് സ്റ്റിൽ വെയിറ്റ് ചെയ്യാം. 3ാമത് അതിനെ നല്ലൊരു വോളിയത്തോടെ ഒരു ബ്രേക്ക് ചെയ്ത് കയറുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം വലിയ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അടിയിൽ വെക്കുക എന്നുള്ളത്, സ്വിങ്ങിൻ്റെ അടിയിൽ വെക്കുക എന്നുള്ളത് ഇത്രത്തോളം റിസ്ക് റിവാർഡ് അനുസരിച്ചിരിക്കും. മേ ബി വെയിറ്റ് ചെയ്യാം. നമുക്ക് 2ാമത്തെ ചാൻസ് കിട്ടുമോ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് റെസിസ്റ്റൻസ് അടിച്ച് 2ാമത് ഇവിടുന്ന് ഒരു സപ്പോർട്ട്, ഇതിൽ നിന്ന് നമുക്ക് പ്രൈസ് റിജക്ഷൻ ചെയ്ത് പിന്നെ നമുക്ക് റെഡ് ക്യാൻഡിൽ വന്ന് 3ാമതൊരു ഇവിടുന്ന് ഒരു സപ്പോർട്ട് സോൺ, ഇവിടെ നമുക്ക് വേസ്റ്റിൽ വെയിറ്റ് ചെയ്യുക. സപ്പോർട്ട് സോൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. സപ്പോർട്ട് സോൺ അവിടുന്ന് ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് എന്ന് മാർക്ക് ചെയ്തിടുക. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ്, ഇതിലൊരു റെസിസ്റ്റൻസ് അടിച്ച് അപ്പോൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അങ്ങനെ എന്താണ് ഇതൊക്കെയാണ് നമുക്ക് ടെക്നിക്കലായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കാനുള്ള ഒരു സെറ്റപ്പ് പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് ഡിമാൻഡ് ഇവിടുന്ന് സപ്ലൈ ഉണ്ട് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ റിട്ടേൺ പോകുമ്പോൾ തന്നെ ഈ ക്യാൻഡിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ വന്ന് റെസിസ്റ്റൻസ് അടിച്ച്, റെസിസ്റ്റൻസ് അല്ല സപ്പോർട്ടിൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചില പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അപ്പോൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. നോക്കും ചെറിയ റേഞ്ച് ആകുമ്പോൾ ബിഗിനേഴ്സ് ഹോൾഡ് ചെയ്യുക, ഇത്രേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാക്സിമം കയറുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഒരു സപ്ലൈ സോൺ, വീണ്ടും അവിടുത്തെ സപ്ലൈ ആണ്. വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മേലേക്ക് കയറുമ്പോൾ മേലെ കയറാന്നുള്ളവരും ഡൗൺ വരുമ്പോൾ ചാടി കയറാന്നുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും പറയാനുള്ള വെയിറ്റ് ചെയ്യാന്നാണ്. മാർക്കറ്റ് എന്ത് കാണിക്കുന്നു, പ്രൈസസ് ദ കിങ് ആണല്ലോ. അപ്പോൾ 3ാമത് അവിടുന്ന് നല്ലൊരു ക്യാൻഡിലല്ല, കാരണം നല്ലൊരു ഡോജിയാണ്. എല്ലാ ക്യാൻഡിലും ഡോജി ക്യാൻസലായി മാറുകയാണ്. നമുക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റിൽ മാർക്കറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, മാർക്കറ്റിൽ മാറി നിൽക്കുക. ഇവിടുന്ന് 3ാമതൊരു ബ്രേക്ക് കാണിച്ച് ബ്രേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് റിട്ടേൺ സപ്പോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ക്യാൻഡിലൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ നല്ല ക്യാൻഡിലൊക്കെയാണ്. വീണ്ടും സപ്പോർട്ടിൽ വരുമ്പോൾ അവിടുത്തെ ഈ ക്യാൻഡിലൊക്കെ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. മേ ബി എന്താവുന്ന വെയിറ്റ് ചെയ്ത് ക്യാൻഡിലും കൂടി വെയിറ്റ് ചെയ്ത് 3ാമത്തെ റെഡിൽ നമുക്ക് ഗ്രീനിൽ നമുക്ക് എൻട്രി, ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ലോങ് പോകേണ്ടവർക്ക് എൻട്രി എടുത്ത് കഴിഞ്ഞാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല, എടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അടിയിലോ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഹ്യൂജ് സ്റ്റോപ്പ് ലോസ് ആവും. വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് റിട്ടേൺ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഫേക്ക് ആയിരുന്നു. കാരണം നമുക്കൊന്നും അവിടെ ആ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, മേലേക്ക് നമുക്കൊന്നും ഇല്ലല്ലോ. വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വരും, നമുക്ക് ഡൗൺ വരികയാണ്. പിന്നെ ചാടി കയറാണ്ടിരിക്കുക, പിന്നെ സ്റ്റിൽ വെയിറ്റ് ചെയ്യുക, എന്ത് സംഭവിക്കും നോക്കുക. ഇവിടെ ഡിമാൻഡ് സോൺ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എന്താ സംഭവിക്കണം നോക്കുക. അതിൻ്റെ ശേഷം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക. 1ാമത് വരുമ്പോൾ അവിടെ നിന്ന് കറക്റ്റ് അവിടെ ഒരു റെസിസ്റ്റൻസ് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിമാൻഡ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അടുത്ത ക്യാൻഡിലും ഡിമാൻഡ് ഉണ്ട്. 3ാമത്തെ ക്യാൻഡിലും ഡിമാൻഡ് കാണിക്കുന്നുണ്ട്.
പക്ഷെ നല്ലൊരു ക്യാൻഡിലാകുമ്പോൾ നല്ലൊരു ക്യാൻഡിൽ വരാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിറ്റത്തെ ക്യാൻഡിൽ വന്ന് ഓൾറോഡ് ഇത്ര മേലെ പോയതുകൊണ്ട് ഇവിടുന്ന് ചെറിയൊരു പ്രോഫിറ്റ്, ഇതുവരെയുള്ള പ്രോഫിറ്റ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇതുവരെയുള്ള പ്രോഫിറ്റ് എളുപ്പമല്ല. സ്റ്റിൽ വെയിറ്റിംഗ്, എന്ത് സംഭവിക്കുമെന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഡൗൺ വന്നുകൊണ്ട് അത്യാവശ്യം ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ റെഡാണ്. അത്യാവശ്യം സപ്ലൈ സോൺ അത്യാവശ്യം സപ്ലൈ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഡിമാൻഡിലുള്ളതും നല്ലൊരു ക്യാൻഡിലോട് കൂടി കയറിയിട്ടൊന്നുമില്ല. സ്റ്റിൽ അടുത്ത ക്യാൻഡിലായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ക്യാൻഡിൽ നമുക്ക് റെഡാണ്. അപ്പോൾ അവിടുത്തെ എൻട്രി അവോയ്ഡ് ചെയ്യാൻ ഇങ്ങനെയാണ്, വേറെ വഴിയൊന്നുമില്ല. മൂന്നാമതൊരു ക്യാൻഡിൽ വന്ന് നാലാമത്തെ ക്യാൻഡിൽ വന്ന് റിട്ടായി തന്നെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്ത് അടിക്ക് വരുമോ എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതുവരെയുള്ളൊരു പ്രോഫിറ്റ്, മേ ബി ഇതുവരെയുള്ളൊരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. ഇതുവരെയുള്ളൊരു ടാർഗറ്റ് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം. പിറ്റത്തെ ക്യാൻഡിൽ കറക്റ്റായി ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇതുവരെയുള്ള പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നമ്മുടെ ഡിമാൻഡ് സോൺ ഉണ്ട്. എന്താ ഉണ്ടാവുമെന്ന് നോക്കി നോക്കാം. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ വരത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ 2-3 ക്യാൻഡിൽ കഴിഞ്ഞ് എന്തൊരു റെഡ് ക്യാൻഡിലാന്ന് വന്ന് അവിടുന്ന് വീണ്ടും സപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡിമാൻഡ് ഉണ്ട്. നമുക്ക് ഇവിടെ ഡിമാൻഡിൽ കയറാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. റേഞ്ച് ആയതുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാർക്കറ്റിന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. ക്യാൻഡിൽ വന്ന് പിറ്റത്തെ ക്യാൻഡിൽ നമ്മൾ എൻട്രി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെയുള്ളൊരു ട്രെൻഡ്, നമുക്ക് ഇതുവരെയുള്ളൊരു പ്രൈസ് നമുക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. സ്റ്റിൽ വെയിറ്റിംഗ്. പിന്നെ ഇവിടുന്ന് എന്ത് സംഭവിക്കുന്നത് നോക്കി നിൽക്കുക. ഇവിടുന്നൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്, സപ്ലൈ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ചെയ്യാം. പിറ്റത്തെ ക്യാൻഡിൽ സെല്ല് പോകാവുന്നതാണ്. സെല്ലെടുത്തെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മേലായിട്ട് വരും. ഇവിടെ നോക്കി നോക്കുമ്പോൾ ഇവിടുന്ന് കറക്റ്റ് ആ ഒരു എൻട്രി ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും. ടാർഗറ്റ് കിട്ടിയതാണ്. നമ്മളതിൻ്റെ പിക്ചർ നോക്കുമ്പോൾ ആ ഒരു അതേ സെയിം ചാർട്ട് തന്നെയാണ് ഇത്. ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിലൊരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇവിടുന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് അടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത്രത്തോളം ലോങ് ഡൗൺ, ഇത്രത്തോളം ഡൗൺ മാക്സിമം എന്തായാലും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. സ്റ്റിൽ അതിനെ ബ്രേക്ക് ചെയ്തെന്ന് കുറേ ആൾക്കാർ ഇതിന് ബ്രേക്ക് ചെയ്തതിന് ചാടി കയറുന്നവരുണ്ടാവും. അവരോട് പറയാനുള്ള വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്ത് സംഭവിക്കുക. അവിടുന്നൊരു സപ്ലൈ വന്ന് ഇതുവരെ സപ്ലൈ വന്ന്, പക്ഷെ ഇവിടെ ഒരു സ്റ്റിൽ ഡിസ്റ്റൻസ് എടുത്ത് ഡൗൺ വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇപ്പം തന്നെ ചാടി കയറുന്നവരുണ്ടാവും. ഇതിൻ്റെ അടിക്ക് സെല്ല് വെച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അതിനനുസരിച്ച് മൂവ് ചെയ്യാന്നുള്ള നമ്മൾ പ്രൈസ് ആക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് സപ്ലൈ സോണും ഡിമാൻഡ് സോണും മനസ്സിലാക്കി ഇവിടുന്ന് സപ്ലൈ സോണും ഇവിടുന്ന് ക്യാൻഡിൽ നമുക്ക് പറഞ്ഞാൽ ഡോജി ക്യാൻഡിലാണ്. പിറ്റത്തെ കറക്റ്റ് അതിൽ വന്ന് നമ്മൾ ആ റെസിസ്റ്റൻസിൽ സപ്പോർട്ട് എടുത്ത് പിറ്റത്തെ റെഡ് ക്യാൻഡിൽ വന്ന് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അടിക്കൊരു സെല്ല് പോകാമെന്നാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നവരുണ്ടാവും. ഇതിൻ്റെ അടിക്ക് സെല്ല് വെച്ച് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. കറക്റ്റ് ഇതുവരെയുള്ള സെല്ല് ഫസ്റ്റ് പറഞ്ഞ ഇതുവരെയുള്ള ഇതുവരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില അതിൻ്റെ അടിക്ക് എന്ത് സംഭവിച്ചു നോക്കാം. ഇവിടുന്ന് ആ റേഞ്ച് മാറി ഡൗൺ ട്രെൻഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇവിടെ റേഞ്ച് മാറിയ ഡൗൺ ട്രെൻഡിലേക്കുള്ള മൂവാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് എടുത്തൊരു വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. സ്റ്റിൽ ആ പ്രോഫിറ്റ് തന്നെ കണ്ടിന്യൂ ആയിട്ട് താഴെ വരെ കൊണ്ടുവരാനുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം. മാക്സിമം മാർക്കറ്റ് കയറിനെ ക്യൂസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് നമുക്കറിയാം. ഈ ഒരു ക്യാൻഡിലൊക്കെ വരുമ്പോൾ തന്നെ പിറ്റത്തെ ഒരു ക്യാൻഡിൽ ഡോജി, മൂന്നാമതൊരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ വിട്ട് മാറിയിട്ടുണ്ടാവും. ചിലവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സ്വിങ് ഇവിടുന്ന് എടുത്തൊരു പ്രോഫിറ്റ് എടുത്തതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണിത്. ഇവിടുന്ന് എടുത്ത് വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിൽ കയറാൻ നോക്കി, പക്ഷെ ഇവിടുന്ന് സപ്പോർട്ട് കിട്ടിയില്ല. ഇവിടുത്തെ റെഡ് ക്യാൻഡിൽ നമുക്ക് മനസ്സിലാവും. വീണ്ടും പ്രൈസ് റെസിസ്റ്റൻസ് സെല്ല് സ്റ്റാൻഡ് തന്നെ, സെല്ലിൻ്റെ തന്നെയാണ്, സപ്ലൈ സോണിൽ തന്നെയാണ്. ഇവിടുത്തെ റെഡ് ക്യാൻഡിൽ വന്ന് പിന്നെ ഒരു ഗ്രീൻ വന്ന് പറഞ്ഞെങ്കിൽ ആ ഗ്രീന് കറക്റ്റ് ഒരു ബോഡി ഒന്നുമില്ല, ഒരു ഡോജി ക്യാൻഡിൽ പോലെയാണ്. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിറ്റത്തെ ഒരു ട്രെൻഡ് പറഞ്ഞാൽ വീണ്ടും ഡൗൺ തന്നെയാണ്. കാരണം ഇവിടുന്ന് ഡൗൺ വന്ന് റെസിസ്റ്റൻസി വന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് ഡിമാൻഡ് ഉണ്ടല്ലോ, ഈ ഡിമാൻഡ് ഇവിടെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ചാടിക്കയറണവർ, ഗ്രീന് വരണവർ, അവരോട് പറയാനുള്ള സ്റ്റിൽ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. മാർക്കറ്റ് പ്രൈസ് ഇസ് കിങ്. പ്രൈസ് കാണിക്കണം എന്താണോ അതിൻ്റെ പിന്നാലെ പോവുക. അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കറക്റ്റ് ബ്രേക്ക് ചെയ്യാൻ നോക്കി. ആ ഒരു ക്യാൻഡിലൊന്നും ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മേലൊന്നും ക്യാൻഡിൽ വന്നിട്ടില്ല. പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ 75% അടിയിൽ തന്നെ ഒരു ക്യാൻഡിൽ, ഒരു 25% മേലൊക്കെ ഉള്ളൂ. പിറ്റത്തെ ക്യാൻഡിലാണെങ്കിൽ റെഡ് ക്യാൻഡിലാണ്. നമുക്ക് ഇവിടുന്ന് ഒരിക്കലും കയറാൻ പറ്റില്ല. സ്റ്റിൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്നുള്ള ഡൗൺ ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡൗൺ ട്രെൻഡ് ഇവിടുന്ന് ഇത്രത്തോളം ഡൗൺ പോകേണ്ടത് നമുക്ക്
നോക്കാം. എന്നാൽ ഡൗണ് ഇപ്പോഴത്തെ ഡൗൺ ഇതുവരെ എന്തായാലും മാക്സിമം ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള നോക്കാം ഡൗൺ നമുക്ക് മനസ്സിലാവും കറക്റ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആ ഒരു റേഞ്ചിന് ശേഷം ഇവിടുത്തെ റേഞ്ചിന് ശേഷം അപ്പ് പോയി റെസിസ്റ്റൻസ് അടിച്ച് പിന്നെ അവിടെ ക്ലിയർ ഡൗൺ ട്രെൻഡിലേക്കാണ് സ്റ്റോക്ക് മാറിയത് നമുക്ക് മനസ്സിലാവും. മാക്സിമം ഇവിടെ നിന്നുള്ള ഓരോ ആൾക്കാർക്ക് അത്യാവശ്യം സപ്ലൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ അടിയിലേക്ക് പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കണം നോക്കാമല്ലോ. മാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് ട്രെൻഡ് ഇതുവരെയുള്ളൊരു ഇതിലാണ് പിന്നെ ഒരു റെസിസ്റ്റൻസ് അടിച്ചിട്ടുള്ളത്. ഇതിൽ റെസിസ്റ്റൻസ് അടിച്ച് ഡൗൺ വന്ന് പിന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് അടിച്ച് ഡൗൺ വന്ന് ഈ ഒരു ക്യാൻഡിലൊക്കെ മനസ്സിലാവും ഇവിടുത്തെ റെസിസ്റ്റൻസിനെ കീപ്പ് ചെയ്യാണ്. റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഡൗൺ വന്നിട്ടില്ല, സ്റ്റിൽ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇവിടെ ചാടി കയറുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡൗൺ ഉണ്ടല്ലോ വെച്ചിട്ട് ചെറിയ ഡൗൺ ക്യാച്ച് ചെയ്യാൻ. കാരണം റേഞ്ച് മാറി പിന്നെ ഒരു ട്രെൻഡിലേക്ക് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാൻ വെയിറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് വ്യത്യസ്തൊരു ക്യാൻഡിൽ ബൈ തന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൈ കയറുന്നവരുണ്ടാകും. ബൈ കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു ഇതിലൊക്കെ ഇതിൻ്റെ ടെയിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതിൻ്റെ മേലക്കൊന്ന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ഇതിലൊക്കെ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറയാനുള്ളത്. മാർക്കറ്റ് കാരണം ഇത് ഡൗൺ ട്രെൻഡാണ്, ട്രെൻഡിൻ്റെ ഒപ്പമല്ല. ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്നാണ്. ട്രെൻഡിൻ്റെ കൂടെ കയറാൻ നോക്കുക. എന്താ ഉണ്ടാവാൻ നോക്കുക. റെസിസ്റ്റൻസിലെത്തി ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ പിറ്റത്തെ ക്യാൻഡിലെ സൈസ് നമുക്ക് കൊണ്ടാൽ മനസ്സിലാവും. നമുക്ക് റിജക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ റെഡ് വന്നേക്കാൻ നമുക്ക് മനസ്സിലാവും അവിടെ റിജക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് സംഭവിക്കാൻ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്നുള്ളത് വെയിറ്റ് ചെയ്യുക. സ്റ്റിൽ വെയിറ്റ് ചെയ്യുക. മൂന്നാമത്തെ ക്യാൻഡിൽ ഡൗൺ ഉള്ളത് കൺഫേം ആയി. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു എൻട്രി കയറാവുന്നതാണ്. ഫുള്ളായിട്ട് ഒരു സെല്ലൻട്രി വെക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ക്യാച്ച് ചെയ്യാം. മാക്സിമം ഇതുവരെയുള്ള എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ സെല്ല് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു സെല്ല് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നൊരു ഡിമാൻഡ് സോൺ ഉണ്ട്. സ്റ്റിൽ ആലോചിക്കുക ഡൗൺ ട്രെൻഡാണ്, എന്ത് സംഭവിക്കും നോക്കുക. വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും കയറുക. പ്രോഫിറ്റ് ആക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രോഫിറ്റ് കിട്ടി. അടുത്ത ക്യാൻഡിൽ സപ്ലൈ വന്ന് സ്റ്റിൽ അത് ഒരു കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ നോക്കുക. പിന്നെ മുകളിൽ ക്യാൻഡിൽ വന്നു. മൂന്നാമതൊരു ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റിൽ ഒരു പ്രോഫിറ്റ് എൻട്രി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു എൻട്രി വെച്ചിട്ട് ഇതുവരെയുള്ള വെയിറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഇതുവരെയുള്ള വെയിറ്റ് ചെയ്യാണ്ടാണ്. പിന്നെ ഇവിടുത്തെ ലോ പറഞ്ഞാൽ ഇവിടുത്തെ ഹയർ ലോ ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് ഇവിടുത്തെ ട്രെൻഡ് റിവേഴ്സലാവുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് വരണമെന്ന് നോക്കാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പറയാനുള്ളത് ഡൗൺ ഈക്വൽ ഡൗൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് ആക്ഷനിലെ ഡബിൾ ബോട്ടും മറ്റു കാര്യങ്ങളായി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് നോക്കാം. അങ്ങനെ നമ്മൾ മുൻകൂട്ടി കാണുക. അതിനുള്ള പ്രഡിക്ഷൻ അല്ല, മുൻകൂട്ടി കാണാൻ കഴിയുക. അപ്പോൾ മൂന്നാമത് നോക്കി നോക്കുമ്പോൾ ഇതുവരെയുള്ള മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവ് കിട്ടി. ഇതുവരെയുള്ളവർ കിട്ടി. ഇതിൻ്റെ മേലക്കാണെങ്കിൽ ഇതുവരെ വരുമ്പോൾ നമുക്കറിയാം നമ്മളവിടുന്ന് ആ ടാർഗറ്റ് എടുത്ത് കുറേ ആൾക്കാർ ഇത് ക്യാൻഡിൽ നമുക്ക് കാണാനായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ്. പിറ്റത്തെ ക്യാൻഡിൽ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവിടുന്ന് ഒരു അപ്സൈഡ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതുവരെ കയറ്റി വെക്കാം. അത്രേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഇത് വരുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ ഡൗൺ ഉണ്ട് വെച്ചിട്ട് ചാടി കയറാണ്ടിരിക്കുക. കാരണം ഇവിടെ ഈക്വൽ ഐസ് വന്നുകൊണ്ട് എന്തോ സംഭവിക്കാനുള്ള മാർക്കറ്റിലുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. സ്റ്റിൽ വെയിറ്റിംഗ്. അടുത്ത ക്യാൻഡിൽ നമുക്കൊരു അപ്പ് ഇങ്ങനെ കാണിച്ചപ്പോൾ ഇതിൻ്റെ മുകൾക്കൊരു അപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള മൂവ്മെൻറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നുള്ള വെയിറ്റ് ചെയ്യുക. കറക്റ്റ് നോക്കി നോക്കിയേക്കാണെങ്കിൽ ഇതുവരെയുള്ള മൂവ്മെൻറ്റ് കിട്ടി. നമ്മൾ ഇതുവരെയുള്ള മൂവ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടി സ്വീകരിച്ച് ഇതുവരെ പറഞ്ഞിരുന്ന ചാർട്ടാണിത്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ശേഷം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിന്ന് എന്ത് സംഭവിച്ചതെന്ന് നോക്കി നോക്ക്. നമ്മൾ വലിയ സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നുള്ള ആ ഡിമാൻഡ് സോൺ ഇവിടെ നിന്ന് നമുക്ക് സപ്ലൈ സോണായിരുന്നു. സപ്ലൈ പിടിച്ച് സ്റ്റിൽ ഇതുവരെ വരും എന്ന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കാണാൻ കഴിയുന്ന. ആ റെസിസ്റ്റൻസ് അവിടെ നിന്ന് പിടിച്ച് റിട്ടേൺ വന്ന് ഇവിടുന്ന് വീണ്ടും സ്റ്റിൽ കയറി. അപ്പോൾ കയറി ഇതുവരെയുള്ള റെസിസ്റ്റൻസ് മുന്നേ വരച്ചിരുന്ന റെസിസ്റ്റൻസ് വരെ കയറി. ആ ഒരു ഡേ ഇതുവരെ എത്തി. പിന്നെ അവിടുന്ന് ഡൗൺ നിന്ന് ഡേ അവസാനിക്കുകയാണ് ചെയ്തത്. ഡേ പിറ്റേഴ്സ് ഡൗൺ ഓപ്പൺ ചെയ്തതിലാണെങ്കിൽ കൂടി ഇവിടുന്ന് ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ അതുവരെ ഫോക്കസ് ചെയ്യുക. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. പോസിറ്റീവ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡ് സോണിന് ഇവിടുന്ന് ഡിമാൻഡ് സോൺ ഉണ്ട്. ചാടി കയറാണ്ടിരിക്കുക. വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് കയറിയവരുണ്ടാവും. ഇവിടുന്ന് പിന്നെ ഈ ഐസ് ഇതുവരെ എത്താത്ത സ്ഥിതിക്ക് സ്റ്റിൽ ഈ സ്റ്റോപ്പ് ലോസ് കൂടെ അടിച്ചവരുണ്ടാവും. ഒരു വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്താ സംഭവിക്കാൻ നോക്കുക. ഇവിടുന്ന് ഇതിൻ്റെ അടിക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഇതുവരെയുള്ള ഡൗൺ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം മൂവ്മെൻറ്റ് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡൗൺ ട്രെൻഡ് നമുക്ക് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിറ്റത്തെ എല്ലാം ക്യാച്ച് ചെയ്യാൻ കാണിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലാണ് ഉള്ളത്. മുന്നേ വരച്ചൊരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. നോക്കി ഇവിടുന്ന് ഡൗൺ ട്രെൻഡ് വന്നു. ഇവിടുന്ന് വീണ്ടും ഡിമാൻഡ് വന്നു. ആ ഡിമാൻഡ് എത്രത്തോളം മൂവ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സപ്ലൈ സോണും ഡിമാൻഡ് സോണും നോക്കി ചെയ്താൽ നമുക്ക് മാർക്കറ്റ് മാക്സിമം പഠിയും. ബിഗിനേഴ്സിനോട് പറയാനുള്ളത് പ്രൈസ് ഇസ് ദ ക്വീൻ.